ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രാബ് ഷെല്ല് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത കുറേ ക്രാഫ്റ്റ് വർക്കിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇത് വീട്ടിൽ ഞണ്ട് വാങ്ങിയ സമയത്ത് അതിൻ്റെ തോടനെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കവറിലിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസം ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഏറെക്കുറെയൊക്കെ അത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടിയാത്തത് നോക്കി ഇതുപോലെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഷെൽസിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ടാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ എല്ലാ ഷെൽസിലും നമ്മൾ വൈറ്റ് ബേസ് കോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനും നമ്മൾ വൈറ്റ് ബേസ് കോട്ട് കൊടുത്തു. ബ്രൗൺ കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു സ്കിൻ ടോൺ കളർ എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ കുറുകെ ഒരു വര വരച്ച് ഇതുപോലെ ഡിസൈൻ ഇട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വൈറ്റും മുകൾ ഭാഗത്തേക്ക് റെഡ് കളറും അപ്ലൈ ചെയ്ത് ആ സ്കിൻ ടോൺ കളർ കൊടുത്ത സ്ഥാനത്ത് ഒരു ചുണ്ടും രണ്ട് കണ്ണൊക്കെ വരച്ചെടുത്തു. അപ്പോൾ ഇത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ സാൻഡയുടെ ഫേസാണ് ചെയ്തെടുത്തത്. അതുപോലെ ഒരു 4 ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ബേസ് കോട്ട് കൊടുത്ത സമയത്ത് ഈ വൈറ്റ് കളറിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് മിക്സ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രഷിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഷെൽസിൽ പിടിക്കാതിരിക്കുന്നത്. ഡയറക്റ്റ് കറക്റ്റ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് തന്നെ ബേസ് കോട്ട് അടിക്കാൻ ശ്രദ്ധിക്കുക. അതും ഇതുപോലെ ഒരു സ്കിൻ ടോൺ കളർ സ്ക്വയറിൽ അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം മുകളിൽ ഇതുപോലെ റെഡ് കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതും ഒരു സാൻഡയുടെ ഫേസാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ക്രാബ് ഷെല്ല് വെച്ചിട്ട് നമുക്ക് 2 ടൈപ്പിൽ ഇതുപോലെ സാൻഡയുടെ ഫേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആ സ്കിൻ ടോൺ കളർ അപ്ലൈ ചെയ്ത സ്ഥാനത്ത് കണ്ണും മൂക്കും കവിളും പുരുകമൊക്കെ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് ഹൈലൈറ്റ് ചെയ്താണ് കേട്ടോ മീശയൊക്കെ ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്പിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലീഫൊക്കെ വെച്ച് കൊടുത്ത് സാൻഡയുടെ തൊപ്പിയിൽ വരുന്ന ഒരു ഡിസൈനൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ക്രാബ് ഷെല്ലിനകത്തേക്ക് ഹ്യൂമൻ്റെ ഫേസും ഈ സാൻഡയുടെയൊക്കെ ഫേസ് അല്ലാതെ അനിമൽസിൻ്റെ ഫേസും അതിലേക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഷെല്ലിലേക്ക് പകുതി മാത്രം വൈറ്റ് ബേസ് കോട്ട് അടിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഫുള്ളായിട്ട് വൈറ്റ് ബേസ് കോട്ട് അടിച്ച് കൊടുത്തിട്ടില്ല. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ 2 സൈഡിലും ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് അപ്ലൈ ചെയ്ത സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഓട്ടയുണ്ട് കേട്ടോ. അപ്പം ഇത് ഷെല്ലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പശ വെച്ചിട്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒന്ന് തേച്ച് ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്ലാക്ക് പേപ്പറിനേക്കാളും ഞാനൊരു വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ബാക്കി ഫുള്ള് ഇതുപോലെ പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബാക്കി ഭാഗത്ത് ഇതുപോലെ മൂക്കും കണ്ണും ഒക്കെ വരച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വായും മീശയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു ചെറിയ ഒരു പൂച്ചയുടെ മുഖമായിട്ടാണ് ഞാൻ ഇത് സങ്കല്പിച്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ഷെല്ലിൻ്റെയും താഴ്ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓൾറെഡി അവിടെ 2 റൗണ്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ കണ്ണായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവിടെ വേണേൽ വൈറ്റ് കൊടുക്കാം. ഞാൻ അവിടെ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് വെച്ചു കേട്ടോ. ഇനി ഒരു കുഞ്ഞ് തെർമോക്കോളിൻ്റെ ബോൾ എടുത്ത് അതിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ കണ്ണിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ 2 ഒട്ടിച്ച് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ എടുത്ത തെർമോക്കോൾ ബോളിനേക്കാളും ഒരിരട്ടി കൂടെ വലുപ്പത്തിലുള്ള ഒരു തെർമോക്കോൾ ബോൾ എടുത്ത് ബ്ലാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മൂക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഒരു കട്ടിയുള്ള ബോർഡ് ചെറുതായിട്ട് ഇതുപോലെ ത്രികോണാകൃതിയിൽ കട്ട് ചെയ്ത് ചെവിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻറ്റ് വന്നത് ഈ ഒരു ഫോക്സ് ചെയ്തതിനാണേ. അപ്പോൾ ഈ ക്രാബ് ഷെൽസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Bye.